ഹായ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 1000-ലധികം വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു പരീക്ഷയും തുടർന്ന് വന്നൊരു ഇന്റർവ്യൂ ആണ് സെലക്ഷൻ പ്രോസസ്സ്. പക്ഷേ ഇന്റർവ്യൂ പാസ്സായാൽ പോലും നിങ്ങളുടെ ബാങ്ക് ഓഫീസർ ആണെങ്കിൽ മറ്റൊരു ക്രൈറ്റീരിയ കൂടെ ഉണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. ക്രെഡിറ്റ് ഓഫീസർ ഇൻ ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 എന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്കൊരു എക്സാമിനേഷനും തുടർന്ന് വന്നൊരു ഇന്റർവ്യൂ ആണ് സെലക്ഷൻ പ്രോസസ്സ്. ഈ പ്രോസസ്സ് പ്രകാരം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സ് ബാങ്ക് പറയുന്ന മറ്റൊരു കോഴ്സ് കൂടെ ചെയ്യണം. ഈ കോഴ്സ് പാസ്സാവുന്നവരായിരിക്കും ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. ഫൈനലി നിങ്ങൾ ബാങ്കറായിട്ട് മാറുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന കോഴ്സ് പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ജോലി കിട്ടൂ. പക്ഷേ ഇവരുടെ പ്രത്യേകത, ഈ ഡിപ്ലോമ നിങ്ങൾ ചെയ്യുന്നത് ബാങ്ക് പറയുന്ന അല്ലെങ്കിൽ ബാങ്ക് എംപാനൽ ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്ന് നോക്കാം. 2025 ജനുവരി 30 മുതൽ 2025 ഫെബ്രുവരി 20 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്. ഇതേ ഡേറ്റ് തന്നെയാണ് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യുന്ന ഡേറ്റ്. അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഡേറ്റ് പിന്നീട് അറിയിക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, SBI ക്ലർക്ക്, SBI PA പോലുള്ള പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ അവസരമാണ്, എക്സ്ട്രാ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതേ സിലബസിൽ തന്നെ വലിയൊരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ ഒരു വേക്കൻസി നോക്കാം. ഇവിടെ മാക്സിമം വേക്കൻസി പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ വേക്കൻസി പറഞ്ഞേക്കുന്നത് 1000 വേക്കൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ SCക്ക് 180, STക്ക് 75, OBCക്ക് 270, EWS അല്ലെങ്കിൽ എക്കണോമിക് വീക്കർ സെക്ഷൻ 100, ജനറൽ കാറ്റഗറിക്ക് 405, അങ്ങനെ ടോട്ടൽ 1000 വേക്കൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി പേ സ്കെയിൽ നോക്കാം. ജൂനിയർ മാനേജ്മെന്റ് ഗ്രേഡ് സ്കെയിൽ 1 അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ തുല്യമായ പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് മാനേജറിന്റെ ഗ്രേഡ് പേ തന്നെ പറഞ്ഞിരിക്കുന്നത് 48,480. നമുക്കറിയാം, ബാങ്കിൻ്റെ ഒരു മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഒരിക്കലും ബേസിക് പേ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് അലവൻസ് ഉണ്ട്. തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ വലിയൊരു എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി. പിന്നെ ഇവിടെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർ ബാങ്ക് പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന കോഴ്സ് അറ്റൻഡ് ചെയ്തിരിക്കണം. അത് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് ബാങ്ക് എംപാനൽ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. മാത്രമല്ല, എന്താണ്, നമ്മൾ നേരിട്ട് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുകയല്ല, ബാങ്ക് ആയിരിക്കും, ബാങ്കിൻ്റെ ഒരു ഇന്റേണൽ പ്രോസസ് ഓഫ് അലോക്കേഷൻ വഴിയായിരിക്കും എലിജിബിൾ കാൻഡിഡേറ്റ്സിന് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ആ ഒരു കോഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ള കോഴ്സ് പഠിക്കണം എന്നുള്ളത് ബാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്തിരിക്കുമെന്നാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ഏജ് 20 വയസ്സ് മുതൽ 30 വയസ്സിലുള്ളവർക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഏജ് ബാർ പറഞ്ഞേക്കുന്നത് 20 മുതൽ 30 വയസ്സ് വരെയാണ്. ഇനി OBC ആണെന്നുണ്ടെങ്കിൽ 3 വർഷവും, SSTക്ക് 5 വർഷവും, പേഴ്സൺ വിത്ത് ബെഞ്ചുമാർട്ട് ഡിസബിലിറ്റിക്ക് 10 വർഷമാണ് ഏജ് റിലാക്സേഷൻ പറയുന്നത്. ഇനി നമ്മൾ ഈ ക്രെഡിറ്റ് ഓഫീസർ എന്നൊക്കെ കഴിയുമ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, നമുക്ക് ഡിഗ്രി മാത്രം മതിയോ അപ്ലൈ ചെയ്യാൻ? സാധാരണ ബാങ്ക് പരീക്ഷ പോലെ ഡിഗ്രി മാത്രം മതിയോ എന്ന്. യെസ്, ഡിഗ്രി മാത്രം മതി. ഏതെങ്കിലും അംഗീകാര യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് ഫീൽഡ് ഓഫ് സ്റ്റഡിയിൽ നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് അഗ്രിഗേറ്റ് ടോട്ടൽ സ്കോർ എപ്പോഴും 60% മുകളിലായിരിക്കണം, അല്ലെങ്കിൽ 60% ആയിരിക്കെങ്കിലും ഉണ്ടാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ SC, ST, OBC, PWBD കാൻഡിഡേറ്റ്സിന് ഡിഗ്രിക്ക് 55% മാർക്ക് ആയാലും നമുക്ക് പരീക്ഷ അപ്ലൈ ചെയ്യാം. അപ്പം 60 എന്നുള്ളത് 59.99 പോയാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. 60% തന്നെ പൂർണ്ണമായിട്ട് നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം. പിന്നെ ഇവിടെ പറയുന്ന ആപ്ലിക്കേഷൻ ഫീസാണ്. ഫീസ് SC, ST, PWBD കാൻഡിഡേറ്റ്സിന് 180 രൂപയാണ്. പിന്നെ അതിൻ്റെ കൂടെ GST വരും. പിന്നെ അതർ കാൻഡിഡേറ്റ്സിന് 780 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി നമുക്ക് എക്സാമിനേഷൻ പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒറ്റൊരു എക്സാമിനേഷനേ ഉള്ളൂ, ഓൺലൈനായിട്ട് നമുക്കൊരു എക്സാമിനേഷനേ ഉള്ളൂ. നമുക്കതിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 25 മിനിറ്റാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിന് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 25 മിനിറ്റാണ്. റീസണിംഗ് എബിലിറ്റിക്ക് 30 ചോദ്യങ്ങൾ 30 മാർക്ക് 25 മിനിറ്റാണ്. ജനറൽ അവയർനെസ് റിലേറ്റഡ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് 15 മിനിറ്റാണ്. പിന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് പോർഷനും കൂടെ ഉണ്ട്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ലെറ്റർ റൈറ്റിങ്ങും എസ്സേ റൈറ്റിങ്ങും അത് 2 ചോദ്യങ്ങളുണ്ടാവും. ടോട്ടൽ മാർക്ക് 30 നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത് 30 മിനിറ്റാണ്. പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും നമുക്ക് ഈ ഓൺലൈൻ പരീക്ഷ എഴുതാമെന്നും നമുക്കിത് കൂടെ പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെഷണൽ ടൈമിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. സെഷണൽ കട്ട് ഓഫ് തന്നെ ആയിരിക്കും ഈ പരീക്ഷയ്ക്ക്. സെഷണൽ കട്ട് ഓഫും ഓവറോൾ കട്ട് ഓഫും ഉണ്ടായിരിക്കും. പിന്നെ ഇൻ്റർവ്യൂ, ഈ പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ആദ്യം പറഞ്ഞ ഓൺലൈൻ പരീക്ഷയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിനെ ആയിരിക്കും ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ മാക്സിമം മാർക്ക് 50. അതിൽ 50% മാർക്ക് മേടിക്കുന്നവർ മാത്രമേ ഇൻ്റർവ്യൂ പാസ്സാവത്തുള്ളൂ. Final selection of the candidates will be based on the marks obtained by the candidate in the online examination and interview.
ഓൺലൈൻ എക്സാമിനേഷനും ഇന്റർവ്യൂവിനും ആ കാൻഡിഡേറ്റ് കിട്ടുന്ന മാർക്കിനെ ബേസ്ഡ് ആയിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇനി ഏതെങ്കിലും 2 കാൻഡിഡേറ്റ്സിന് ഒരേ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ മാർക്ക് നോക്കും. അതിൽ ടോപ്പ് കിട്ടുന്ന ആളായിരിക്കും ഹയർ റാങ്ക് ലിസ്റ്റ് വരുന്നത്. ഇനി അപ്പോഴും ഓൺലൈൻ എക്സാമിനേഷൻ്റെ മാർക്ക് രണ്ടുപേർക്കും തുല്യമാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അടുത്ത് ചെയ്യേണ്ടതാണ് PGDBF അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്ക് ആൻഡ് ഫിനാൻസ്. ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ 1 വർഷമാണ്. ആദ്യത്തെ 9 മാസം ക്ലാസ് റൂം ട്രെയിനിങ്ങും പിന്നീടുള്ള 3 മാസം ഓൺ ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും. ഇതിനോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ബാങ്ക് ഫിനാൻസ് അല്ലെങ്കിൽ DBF അല്ലെന്നുണ്ടെങ്കിൽ JAB IABൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ എന്താണ് ഈ കോഴ്സിനോടൊപ്പം തന്നെ എന്താണ് ഈ കാൻഡിഡേറ്റ് ചെയ്തിരിക്കണമെന്നും പറയുന്നുണ്ട്. പിന്നീട് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ് ബാങ്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എംപാനൽ ചെയ്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലായിരിക്കും നിങ്ങളുടെ പഠനം. ഇനി കോഴ്സ് ഫീസ് 1 വർഷം ഈ PGDBF ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 3 മുതൽ 4 ലക്ഷം രൂപ വരെ ഫീസാവും. ഇതാര് പേ ചെയ്യും? ബാങ്ക് പേ ചെയ്യില്ല, ഇത് കാൻഡിഡേറ്റ് തന്നെ പേ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പൈസ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേ ചെയ്യാം. അതർവൈസ് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ അല്ലാത്തവർക്ക് വേണ്ടി എന്താണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 3 മുതൽ 4 ലക്ഷം രൂപ എത്രയാണ് കോഴ്സ് ഫീസ് എന്ന് വെച്ചാൽ അത് കവർ ആവുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ലോൺ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് കോഴ്സ് ഫീസ്. നിങ്ങൾ ഈ കോഴ്സൊക്കെ പഠിച്ച് എന്താണ് ക്രെഡിറ്റ് ഓഫീസറായിട്ട് പോസ്റ്റിംഗ് ആയി 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചിലവായ പൈസ 3 ലക്ഷം ആണെങ്കിൽ 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം ആണെങ്കിൽ 4 ലക്ഷം എത്ര ആണെങ്കിലും എന്താണ് ബാങ്ക് റീബേഴ്സ് ചെയ്യും. പക്ഷേ അതിൽ പലിശയോ മറ്റുള്ള എന്താണ് കണക്കൂട്ടലൊന്നുമില്ല. നിങ്ങൾക്ക് ചിലവായ പൈസ അത് അത്രയും എന്താണ് റീഇംബേഴ്സ് ചെയ്യും. അപ്പം നമുക്ക് കോഴ്സ് കരിക്കുലമൊക്കെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എമോൾമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈഫൻഡ്, നമ്മുടെ ക്ലാസ് റൂം ട്രെയിനിങ്ങിന് മാസം നമുക്ക് 2500 രൂപയാണ് സ്റ്റൈഫൻഡ്. അതുപോലെ ഓൺ ജോബ് ട്രെയിനിങ്ങിന് മാസം 10,000 രൂപയാണ് സ്റ്റൈഫൻഡ്. ഇനി നമുക്ക് എക്സാമിനേഷൻ സെൻറ്റർ നോക്കാം. കേരളത്തിൽ കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം എന്നുള്ള 3 സെൻറ്റേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന 3 പ്ലേസാണ്. ഇപ്പോൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എസ്പെഷ്യലി നമുക്ക് എന്താണ് SBI ക്ലർക്ക് SBI PO പരീക്ഷ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബോണസാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് അപ്ലൈ ചെയ്യണം. February 20 ആണ് ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്. സൈറ്റ് ബിസി ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ് ടൈമാണ്. സോ അപ്ലൈ ഫാസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ.